എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം 9:08. 72 പോയിൻ്റാണ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് വന്നിരിക്കുന്നത്. 72 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 24,486, 24,486 പ്ലസ് 72, 24,486 പ്ലസ് 72, ഇപ്പോൾ 24,558. ഇവിടെ ഏതാണ് 24,588? നമ്മൾ കൾസർ വെച്ചേക്കണത്, കണക്കൂട്ടി വെച്ചേക്കണ ഒരു സ്ഥലമാണ്. അത് 24,592. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഈ ചാർട്ടും പ്രകാരം, പല ചാർട്ടിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം. നമ്മളുടെ ചാർട്ടും പ്രകാരം 24,461 ഇന്നലെ ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ നിന്ന് 72 പോയിന്റ് കൂട്ടിയിട്ടാണ് 24,591, 551 നമ്മൾ പറഞ്ഞത്. നമ്മൾ കൂട്ടി തന്ന മിസ്റ്റേക്ക് ആയതായിരിക്കും. 24,461, 24,461 പ്ലസ് 72, 24,533. ഇപ്പോൾ 24,533 എന്നുള്ളതിൽ ഇന്നലത്തെ ഏകദേശം ബോഡി ഹൈയുടെ അവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കണേ. ഇനി അവിടെ നിന്ന് രാവിലത്തെ മാർക്കറ്റിൽ ചെറിയൊരു അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്രോക്സിമേറ്റ്ലി ഫില്ല് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ 24,592, ഒരു 30 പോയിൻറ്റിൻ്റെ അപ്പ്. നമുക്ക് എപ്പോഴാണ് ഡൗണിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,539 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 24,460 മാർക്കറ്റ് മൂവ് ചെയ്യണം. ഇനി മുകളിലത്തെ 24,492 കൂടെ ബ്രേക്ക് ചെയ്ത് പോയാൽ എവിടെ പോകും എന്ന് നമുക്ക് നോക്കാം. ഇനിയുള്ള സ്പേസ് എന്ന് വെച്ചാൽ ഈ 24,570 അത് കൂട്ടിയാൽ മതി ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആയിട്ട്. 24,570 ബ്രേക്ക് ചെയ്താൽ 592
അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 24,671 മാർക്കറ്റ് മൂവ് ചെയ്യണം. ഈ രണ്ട് സ്പേസാണ് നമുക്ക് താൽക്കാലികമായിട്ട് അനുവദനീയമായിട്ടുള്ള നമുക്ക് പോയിന്റ് എടുക്കാനുള്ള സ്പേസ് ഇതാണ്. അപ്പോൾ ആ രണ്ട് ലെവലുകളാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. അതായത് 24,570 24,539 ഈ രണ്ട് ഇൻ ബിറ്റ്വീൻ സ്പേസ് ഒരു സോണായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അതിന് പുറത്തേക്ക് മാർക്കറ്റ് ഫ്രീ ആയിട്ട് പോയാൽ മാത്രമാണ് ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫേക്ക് അപ്പ് ഉണ്ടാവാം. ആ ഫേക്ക് അപ്പ് 24,592 വരെ സ്വാഭാവികമായിട്ടും വരാനായിട്ടുള്ള പോസിബിലിറ്റി നിലവിലുള്ളൂ. അവിടെ നിന്ന് പിന്നെയും നെക്സ്റ്റ് ക്യാൻഡിൽ റിവേഴ്സ് താഴത്തോട്ട് വരാം, പിന്നെ അടുത്ത ക്യാൻഡിൽ നേരെ മേളിലോട്ട് പോകാം. അപ്പോൾ അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ 50 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്യൂ. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം, അതിന് മേളിലോട്ട് പോയാൽ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം എന്നുള്ള ഓപ്ഷൻസ് മാത്രമാണ് തൽക്കാലം നമ്മളുടെ മുമ്പിലുള്ളത്. അത് കാരണം അത് സെക്കൻഡ് സ്ക്രീനിലേക്ക് വലിച്ചിടണം. നേരത്തെ ഞാൻ വേറെ സ്ക്രീനാണ് നോക്കിക്കൊണ്ടിരുന്നത്, അപ്പോൾ രണ്ട് അനലൈസും നമുക്ക് പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ആ സ്ക്രീൻ അടുത്ത നമ്മുടെ 3 സ്ക്രീനുണ്ട്, ഒരു സ്ക്രീനിലേക്ക് അത് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അനലൈസ് അവിടെ കിടന്നോളും. അപ്പോൾ അവിടെ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ 72 പോയിൻ്റ് അപ്പ് എന്ന് പറയുമ്പോൾ 219ൻ്റെ സ്ട്രൈക്ക് സ്റ്റിൽ RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 5 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. കൺസോൾട്ടേഷൻ ആണെങ്കിൽ ശരി അല്ലെങ്കിൽ ശരി, സിയുടെ RSIയിൽ ക്രോസ് ഓവർ ആവാതെ നമ്മളൊരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ പിയിൽ എക്സ്പയറി ഡേ ആണ്, അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. മെൽറ്റിങ്ങിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസും കൂടെ കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ അത് DK അടിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. DK അടിച്ച് പോവും. അതുകൊണ്ട് നമ്മൾ സ്ട്രൈക്ക് വളരെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും DK മനസ്സിൽ കണ്ടുകൊണ്ട് വേണം സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ സ്ട്രൈക്ക് സിയിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് സിയിൽ 72 പോയിൻ്റാണ്. അപ്പോൾ 24,400 24,350 ആ ലെവലൊന്നും കുഴപ്പമില്ല. തൽക്കാലം 24,300ൻ്റെ സ്ട്രൈക്ക് നമുക്ക് സിയിലെടുക്കാം. അപ്പോൾ അതിൻ്റെ അപ്പർ സൈഡിലെ മൂവ്മെൻറ്റ് ഏത് ലെവലിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 280 ഒരു റെസിസ്റ്റൻ്റ് നിലവിൽ സിയിൽ കാണുന്നത്. അത് മാക്സിമം പോയി കഴിഞ്ഞാലും കിട്ടാവുന്ന ഒരു ലെവല് ഏകദേശമാണ് 307. നിൽക്കുന്ന ലെവല് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യണം. അത് 255 കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 219 നിൽക്കുന്നത്, അത് 256 കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് 266 കൂടെ ബ്രേക്ക് ചെയ്താലാണ് 280 ബ്രേക്ക് ചെയ്താൽ 370 വരെയാണ് സിയുടെ പോസിബിലിറ്റീസ്. അപ്പം അതിനുശേഷം നമുക്ക് പതുക്കെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. കാരണം പിയിൽ ഡൗണ് എവിടം വരെ വരും എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. മേജർ ഒരു സപ്പോർട്ട് 200 180 എന്നുള്ള 186 200 എന്നുള്ള ഒരു എന്താ പറയണ്ട ഒരു ഡബിൾ ബോട്ടം ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് പിന്നെ മൂവപ്പ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം സിയിലെ RSI ക്രോസ് ഓവർ ആവുന്നവരെ സിന് മാത്രം നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. 250 255 ഒരു കൺസോൾട്ടേഷൻ സോണ്. അതിന് മേളിൽ മാർക്കറ്റ് മൂവ് ചെയ്യണം. ഏകദേശമൊക്കെ ന്യൂട്രൽ ഓപ്പൺ തന്നെയാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. 72 പോയിൻ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 250 ബ്രേക്ക് ചെയ്താൽ 255 മൂവ്മെൻറ്റും 255 സ്ട്രഗിൾ ചെയ്തതിന് ശേഷം ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 280 307 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. RSI സിയിൽ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സിയിൽ മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആ പിയിലേക്ക്
കോൺസെൻട്രേഷൻ ചെയ്യുന്നതാണ് ബുദ്ധി. നിലവിലെ സിയിൽ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു റിവേഴ്സൽ സിയിൽ എന്തായാലും വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. പിയിലേക്കുള്ള താൽക്കാലിക മൂവ്മെൻറ്റ് ഒരു 265 270 265 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 270 ഒരു 5 പോയിൻ്റ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 285 ഇട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ പിയിലുള്ള മൂവ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് വന്ന് 229 സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടും ബ്രേക്ക് ചെയ്താൽ 217 ഫാളാവും. 217 ഫാളാവുന്ന അനുസരിച്ചിട്ടാണ് സിയുടെ മൂവ്മെൻറ്റ് നിലവിൽ മൂവ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ. നമ്മളെന്തായാലും പിയിലേക്ക് ഉടനെ നോക്കുന്നില്ല. 260 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ പിയിലേക്ക് നോക്കേണ്ടതുള്ളൂ. കാരണം ഒരു വലിവ് സിയിൽ വരും. കാരണം അതിൻ്റെ ഹയർ വിക്ക് നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് RSIയും സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ താൽക്കാലികമായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമുക്ക് സിയുടെ മൂവ്മെൻറ്റ് എത്രത്തോളം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വലിഞ്ഞ് 241 വലിഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ ഹൈ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 249. അതിൻ്റെ ഹൈ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 261 മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് പിയിൽ 261 മേലെ ക്യാൻഡിൽ 257 മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് പി 270 285 ഭാഗത്തേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മൾ പിയിൽ ചാടിക്കേറി ഒരു എൻട്രി എടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം സിയിൽ 245 മുകളിലോട്ടുള്ള വലിവ് വരാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. മുപ്പത്തിരണ്ട് 42 52 70. കാരണം ഇവിടെ രണ്ട് ക്യാൻഡലിൻ്റെയും ഇപ്പോൾ സിയിൽ റെഡ് ക്യാൻഡലിന് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ്റെ സാധ്യതകളാണ് അവിടെ കാണുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് പിയിൽ ഒരു ചെറിയ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം 24,477 ഒരു കൺസോൾട്ടേഷൻ സോണ് നിൽപ്പുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻഡെക്സിൽ 2 ലൈൻ നിലവിൽ നിൽപ്പുണ്ട്. അതായത് നിലവിലുള്ള 15 മിനിറ്റ്സിന് ഇൻഡെക്സ് ചാർട്ടിൻ്റെ ലോവർ ലെവലിൽ 24,477 അപ്പർ സൈഡ് 24,550 ഗ്യാപ്പ് ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇൻഡെക്സിൻ്റെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ വരച്ച ബോക്സിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് കാരണം ക്വിക്ക് മൂവ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആദ്യം ഏത് ലെവലാണ് ഹിറ്റ് ചെയ്യണമെന്ന് നമുക്ക് 9:30 കൂടി അറിയാൻ പറ്റും. കാരണം നമ്മൾ പറഞ്ഞ പോലെ തിരിച്ച് വലിവ് വന്നിട്ടുണ്ട്, 251 അത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 9:30 ഇപ്പോൾ 9:22 ആയിട്ടില്ല, 8 മിനിറ്റ് കൂടെ ഉണ്ട്. ആ 8 മിനിറ്റിൻ്റെ ക്യാൻഡലിൽ ഇന്ന് ഓപ്പൺ ചെയ്ത പ്രൈസും മേളിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 24,550 മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 9:30 ശേഷമുള്ള ക്യാൻഡിൽ എഗെയിൻ റെഡ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോയെന്നും കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം 2 ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ളത് കാരണം ഏത് ലെവലാണ് ആദ്യം ടച്ച് ചെയ്യണമെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇൻഡെക്സിൻ്റെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ 24,550 ഒരു തിരിച്ചുപോക്ക് ഉണ്ടോ അതോ നെക്സ്റ്റ് 9:30 ക്യാൻഡിൽ 24,477 എന്ന് മാത്രമാണ് അറിയാനായിട്ടുള്ളത്. അപ്പം അതിൽ മെജോറിറ്റി പോസിബിലിറ്റിയും പിന്നെ പിയുടെ കേസ് നോക്കുമ്പോൾ RSI താഴ്ത്തോട്ടാണ്. പിയിലെ മൂവ്മെൻറ്റ് ഈ ഒരു 223 ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ
217 മൂവ്മെൻറ്റും കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം രണ്ട് ക്യാൻഡിലിനെയും ഹൈയും ലോവും ക്രിയേറ്റ് ചെയ്യാത്ത കാരണമാണ് മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. കാരണം ഇൻഡിസിഷൻ മേക്കിംഗ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 254 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ 9:30 കൂടി ഏത് ലെവലാണ് മാർക്കറ്റ് 9:30 കഴിഞ്ഞിട്ട് ഏത് ലെവലാണ് ആദ്യം ഹിറ്റ് ചെയ്യാനുള്ളതെന്ന് മാത്രം നമുക്കിനി നോക്കിയാൽ മതി. കാരണം 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലും കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഈ വൈറ്റ് ഡോട്ട് ഒരു ഇത്തിരി സ്ട്രോങ് ആണ്. പിന്നെ കൺസോൾട്ടേഷൻ ആകുമ്പോൾ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കലും നടക്കില്ല. റെഡ് ഗ്രീൻ കണ്ടോ ഇവിടെ. പിയിൽ വോളിയം ആരും വിട്ട് കളഞ്ഞിട്ടില്ല. പക്ഷേ പിയിൽ എത്ര പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്, 10 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി ഉണ്ടായി. രണ്ടും ഗ്രീനായിട്ട് നിൽക്കുകയാണ്. പിയിൽ വോളിയം കൂടുതലാണ്, സിയിൽ അധികം വോളിയം വന്നിട്ടില്ല. രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നോക്കണം. കാരണം പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ സിയിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോവർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഏത് നിമിഷം ഒരു ഡൗൺ സൈഡ് വരാനുള്ള പ്രതീതി മാർക്കറ്റിലുണ്ട്. അങ്ങനെയാണ് നമ്മൾ കൺസോൾട്ടേഷൻ ആണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അത് ഒരുപാട് ഉപകരിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ചെറിയ പോയിൻ്റ് എടുക്കുക. അല്ലെങ്കിൽ നമ്മളെടുത്ത എൻട്രി പ്രൈസിൻ്റെ സ്റ്റോപ്പ് ലോസ് കയറ്റി ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യുക. ക്യാപിറ്റൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് പ്രാധാന്യം നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത്. ഇൻ കേസ് ഇപ്പോൾ ലോട്ട് സൈസ് കൂടുതലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കൊടുത്തിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിലോ 1 പോയിൻറ്റോ കയറ്റി ലോക്ക് ചെയ്താലും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. സി ആരും വിട്ട് കളഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ്. ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യുക. അടുത്ത ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെറിയൊരു ലോ വന്നിട്ട് 250 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ മാർക്കറ്റ് മേ ബി 270 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം RSI ഒരു ഹൈവേ സൈഡിലേക്ക് കയറാൻ നിൽക്കുകയാണ്. 1-2 ക്യാൻഡിലും കൂടെ കൺസോൾട്ടേഷൻ ആവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. 9:30 ക്യാൻഡിലിൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാകും എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ 21.2 മിനിറ്റ് കൂടെ ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. RSI ക്രോസ് ഓവർ ആവാതെ എന്തായാലും നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യില്ല. അത് യാതൊരുവിധ സംശയമില്ലാത്ത നിൽക്കുന്ന പിയുടെ ലെവൽ ഒന്ന് ബ്രേക്ക് ചെയ്ത് വന്നാൽ മാർക്കറ്റ് 217 ഫാളാവും വളരെ ഫാസ്റ്റായിട്ട്. ആ 217 സ്പേസ് മതി നമുക്ക് 21 പോയിൻ്റ് കിട്ടാനായിട്ട്. ഇരുന്നൂറ്റി 256 ഈ 232.37 ബ്രേക്ക് ചെയ്ത് താഴത്ത് നിൽക്കണം ക്യാൻഡിൽ. 9:30 ക്യാൻഡിലിൽ ചെറിയൊരു അപ്പ് വന്നാലും 235 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് പിന്നെ ലോ ബ്രേക്ക് ചെയ്ത് 217 പോരണം. അപ്പോൾ ആ സമയത്ത് അവിടെ കൺസോൾട്ടേഷൻ ആവാം. മേ ബി അത് 200 വരുമോ എന്ന് നോക്കണം. അതൊക്കെ RSIനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. നല്ല ഒരു പിൻബാർ ഫോം ചെയ്യുന്നുണ്ട്. ഇത് മെജോറിറ്റി ശരിക്കും പറഞ്ഞാൽ കണക്കും പ്രകാരം 217 വരേണ്ടതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ വിചാരിച്ചിരിക്കും. അപ്പോൾ മാർക്കറ്റ് ചെറിയൊരു മൂവപ്പൊക്കെ ഉണ്ടാക്കും. അതിനുശേഷം പിന്നീടായിരിക്കും ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് വരുന്നത്. നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതായത് നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു വൈറ്റ് ഡോട്ടിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ വരുന്ന എല്ലാ ക്യാൻഡിലും റെഡ് ആവണം. റെഡോട് കൂടിയിട്ട് വേണം 217 വന്ന് നിൽക്കാൻ. അതായത് 1, 2, 3, 4 ക്യാൻഡിലിൽ വന്നാലോ 2 ക്യാൻഡിൽ വന്നാലോ അത്ര സൗകര്യം. നമ്മുടെ പരിപാടി നിർത്തി വീട്ടിൽ പോകാമെന്നാണ് മെജോറിറ്റി ആളുകളും ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് പിയിലേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഗ്രീൻ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പിയിലേക്ക് ചാടി കയറാൻ പറ്റില്ല. കാരണം ഇവിടെ RSIയുടെ ക്രോസ് ഓവർ വരണം. സെക്കൻഡ് തിങ്,
പ്രീവിയസ് ഏരിയയിൽ 1 2 3 4 5 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റിൽ ഒരു ഡൗൺ വന്നേക്കണേ. അപ്പോൾ ആ സെയിം ഏരിയയിൽ ആ 4 5 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് ഒരു ഒറ്റ വിക്കോ ഒന്നെങ്കിൽ വിക്കിൻ്റെ ഫോമിലോ ഒക്കെ മാർക്കറ്റ് 217 വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് RSI ക്രോസ് ഓവർ ആവുകയും വേണം. ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് 255 മുകളിൽ ക്യാൻഡിൽ മൂവ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് 269, 269.5, 270 മാർക്കറ്റ് ആദ്യത്തെ ടാർഗറ്റ് നമ്മളുടേത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വോളിയം നന്നായിട്ട് കയറുന്നുണ്ടെങ്കിലും ഇവിടെ വോളിയം കയറുന്നില്ല. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് രാവിലത്തെ ഓൾറെഡി 37 നിന്നാണെങ്കിൽ 40 നിന്നാണെങ്കിലും 31 പോയിൻ്റ്, അഥവാ ഇപ്പോൾ 50 നിന്നാണെങ്കിലും 21 പോയിൻ്റ് ഓൾറെഡി നമുക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലെവല് 217 വരികയാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ഇതിൻ്റെ ഹൈ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഡീസൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഒരു ടെൻഷനും ഇല്ലാതെ ഒരു പേടിയില്ലാതെ 270 ആദ്യത്തെ സേഫ് സോൺ ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറേ ക്യാൻഡിലുകളുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഹൈ വോളിയം വേണം. ഹൈ വോളിയത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ RSI മേളിൽ വന്ന് ക്രോസ് ഓവറായി ഗ്രീനിലേക്ക് കയറുന്നത് വരെ പിയ്യാം. അപ്പോൾ ഇനിയൊരു ബ്രേക്കൗട്ട് മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് 307 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഇവിടുത്തെ സ്ട്രഗിൾ കഴിഞ്ഞിട്ട് നല്ല ഹൈ വോളിയത്തോട് കൂടിയിട്ടുള്ള ബ്രേക്കൗട്ട് നമുക്ക് കിട്ടണം. നമുക്കിപ്പോൾ 225 230 എൻട്രി എടുത്താലും 41 പോയിൻ്റ് ഈസി ആയിട്ട് ആദ്യത്തെ ടാർഗറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത മൂവ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടെ തടസ്സങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ടാർഗറ്റും ഉണ്ട്. എന്നാൽ പിന്നെ ഞാനത് പിന്നെയും കെട്ടിപ്പിടിച്ചിരിക്കാം എന്നുള്ള മെൻറ്റാലിറ്റിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കിട്ടിയതും പിടിച്ചതും എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇൻഡെക്സ് ക്യാൻഡിലും സ്ട്രൈക്കും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. ഇൻഡെക്സ് ക്യാൻഡിലിൽ നോക്കിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് അറിയാം. നോക്കിയേ, ഇൻഡെക്സ് ക്യാൻഡിലിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പോലുമില്ല. കാരണം നിൽക്കുന്ന ലെവലിൽ ഇൻഡെക്സ് ക്യാൻഡിൽ കൺസോൾട്ടേഷൻ 50 മിനിറ്റ്സിലായി നിൽക്കുക. അപ്പോൾ അവിടെ വേറെ എന്താ സംഭവിച്ചത്? അവിടെ ഓൾറെഡി ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് ഓപ്ഷൻ ചാർട്ട് പോയി കഴിഞ്ഞ്. അപ്പോൾ ഫ്യൂച്ചറും ഇൻഡെക്സും എല്ലാം കൂടെ നോക്കും. ഇനി ഒന്നും കൂടെ കാണിച്ചു തരാം. ഫ്യൂച്ചർ ചാർട്ടിൽ 3WF ആണെന്ന് തോന്നണം. അത് ഞാൻ കോഡൊക്കെ അടിച്ചിട്ടേക്കുന്ന. ഫ്യൂച്ചർ ചാർട്ടിൽ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. 50 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ ഡിസംബർ നോക്കിയേ, 50 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ ഓൾറെഡി ഗ്രീൻ ക്യാൻഡിൽ അതിൻ്റെ ഹൈ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് ചാർട്ടിലാണ് ചെറിയ വ്യത്യാസങ്ങൾ മാർക്കറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻഡെക്സും ഫ്യൂച്ചറും എല്ലാം ഒരുമിച്ച് നോക്കുന്നതിൻ്റെ റീസൺ. അപ്പോൾ ഇൻഡെക്സിൽ നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോഴും റെഡ് സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫ്യൂച്ചറും നോക്കി സ്ട്രൈക്കുകളും നോക്കി നമ്മൾ ഓൾറെഡി ചാർട്ടിൽ നമ്മളുടെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഈ ക്യാൻഡിൽ 217 എത്തുന്ന ലെവൽ വരെയും RSI ക്രോസ് ഓവർ ആവുന്ന ലെവൽ വരെയും മാർക്കറ്റ് സീലാണ്. നമുക്ക് അടുത്ത ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് 271 മാർക്കറ്റ് ടച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മേളിലോട്ട് പോകാനായിട്ട് പാടാണ്. മാക്സിമം ആൾക്കാർക്കിട്ട് ഇന്നലെ കൊടുത്ത അതേ പണി ഇതേ പിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 271 മാക്സിമം നമ്മൾ സേഫാക്കി. മെജോറിറ്റി പോർഷൻ നമ്മൾ എവിടെ കൊടുത്തു? നമ്മൾ മെജോറിറ്റി പോർഷൻ 271 കൊടുത്തു. ബാക്കിയുള്ളത് നമ്മൾ
ചെറിയ ലോട്ട് ട്രെയിൽ ചെയ്ത് മാക്സിമം നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 217 പ്രതീക്ഷിച്ചു. എന്നിരുന്നാലും 270 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. അത് ബ്രേക്ക് ചെയ്ത് പോകൽ ഇത്തിരി പാട് പിടിച്ച പണിയാണ്. പിന്നെ നമ്മൾ രണ്ടാമത് വേറൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ രാവിലെ മാർക്കറ്റ് മൂവ് ചെയ്യിപ്പിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സിയുടെ ക്യാൻഡിലിൽ ലോവർ വിക്ക് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അതൊരിത്തിരി ഏത് നിമിഷവും പിയിൽ തിരിച്ചു വരും എന്നുള്ള മൂവ്മെൻറ്റോട് കൂടിയിട്ടാണ് സി ഒരു വിധത്തിലാണ് കൊണ്ടുപോയി ടാർഗറ്റ് എത്തിയിട്ട് സിംഗിൾ ക്യാൻഡിൽ അടിച്ച് ആ ലോ ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് വന്നത്. ആ മൂവ്മെൻ്റാണ് ഇവിടെ നമുക്ക് 255 ബ്രേക്ക് ചെയ്താൽ 285 നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടാഞ്ഞത്. പക്ഷെ കുറച്ച് സ്ലോവിലാണ് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ 255 ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് 285 പോയിൻ്റ് നമുക്ക് എടുക്കാമായിരുന്നെങ്കിലും നമുക്ക് പരാതിയില്ല. കാരണം 270 നമുക്ക് ആവശ്യത്തിന് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. RSIയിൽ ചെറിയൊരു മടക്കും വന്ന് SMA സപ്പോർട്ട് എടുത്തിട്ടാണ് പി നിൽക്കുന്നത്. ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും പതുക്കെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ പിയിൽ വലിയൊരു മൂവ്മെൻറ്റ് ഓൾറെഡി ഇന്നലെ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ആ വരച്ചു വെച്ചേക്കണ മൂവ്മെൻറ്റ് ഈ സ്ട്രൈക്കിലുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ബട്ട് ഇന്നലെ 24,650 600 203 നമ്മൾ സ്ട്രൈക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. 24,600 പിയിൽ നമ്മൾ ഇന്നലെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ലെവലുണ്ട്. കാരണം 425 എന്നുള്ളൊരു ലെവല് പിയിൽ മുട്ടാനായിട്ട് ഇന്നലെ മാർക്കറ്റ് മിച്ചം വെച്ചിട്ടാണ് പോയത്. ആ ഒരു ലെവല് സ്റ്റിൽ നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടുമെന്നാണ് ഈ RSI പിയുടെ ക്രോസ് ഓവർ ആയതിനു ശേഷം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. മാർക്കറ്റ് 229 ഒരു 232 നമുക്കിനി സേഫായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചാൽ മതി. കാരണം എക്സ്പയറി ഡേ ആണ്. അപ്പോൾ മാർക്കറ്റ് ഇനി ഒരു പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ സോണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ എവിടെ കയറണം, എവിടെ ഇറങ്ങണം, ബാക്കി എവിടെ ട്രെയിൽ ചെയ്ത് വെക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. 255 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇനി പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. ഏത് സ്ട്രൈക്കാണ്? 24,600 സ്ട്രൈക്ക് 255 ബ്രേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മാത്രം നമ്മൾ 300-ലേക്കോ 390-ലേക്കോ 425 442 ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് 280-ലേക്കൊരു ലെവല് മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 269 അല്ല 279 260 എന്നുള്ള ഒരു ഇത്ര സ്ട്രോങ് ആണ്. ആ 260 ഒന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ വരികയാണെങ്കിൽ അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ ചെറിയൊരു ലോ വന്നിട്ട് അപ്സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 280 300 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 209 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് സിയിൽ നമ്മൾ ചെറുതായിട്ടൊരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ RSI ക്രോസ് ഓവർ ആവാതെ നമ്മൾ സിയിലേക്ക് ഗ്രീൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ചാടിക്കയറി ഇരിക്കുന്നത് അബദ്ധം പിടിച്ച കാര്യമാണ്. പിന്നെ ഏകദേശം ഡബിൾ ബോട്ടം ബേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ RSI ക്രോസ് ഓവറായി 195 മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ എഗെയിൻ സിയിലേക്കുള്ള മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സിയിൽ വന്നേക്കാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പി എഗെയിൻ 280 മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് പോകത്തുള്ളൂ. 195-ൻ്റെ മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മളൊന്ന് അലർട്ട് അയച്ചാൽ മതി. കാരണം ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഡബിൾ ബോട്ടമാണ് സിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ക്ലിയർ കട്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ഇൻഡിസിഷനാണ്. നമുക്ക് കറക്റ്റായിട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് ഏത് ഭാഗത്തേക്കാണെന്ന് പ്രതീക്ഷിക്കാൻ നോക്കിയാൽ 195-ന് മേളിൽ സി ക്ലോസ് ചെയ്യണം. പോരാത്തതിന് ഇവിടെ ഒരു 280 മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ഇതൊക്കെ തമ്മിൽ ഒരു കമ്പാരിസേഷൻ നടത്തുമ്പോഴത്തേക്കും പിന്നെ RSIയിൽ
5 മിനിറ്റിൽ ക്രോസ് ഓവർ വരാനായിട്ടുണ്ട്. സിയിൽ RSIയിൽ ക്രോസ് ഓവർ വന്നിട്ടില്ല. ഒരു ഗ്രീൻ വന്നു എന്ന് വെച്ചിട്ട് ഒരിക്കലും നമ്മളതൊരു ഫുൾഫിൽ ഗ്രീനാണ് അല്ലെങ്കിൽ റിവേഴ്സ് ക്യാൻഡിലാണ് എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. 2 ക്യാൻഡിൽ മുകളിലോട്ട് പോയിട്ട് മൂന്നാമത്തെ ക്യാൻഡിൽ നിരിച്ചത് അതേപോലെ താഴത്തോട്ട് വരാം. അതിൽ ഈ 280 മാർക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് സിയിൽ ചാടിക്കയറി നമ്മളൊരു എൻട്രി എടുക്കാത്തതിൻ്റെ ഒരു റീസൺ. അതിൽ ഡൈവർജൻസ് എന്നുള്ള കൺഫർമേഷൻസ് നമുക്കൊരിക്കലും കിട്ടിയിട്ടുമില്ല. അപ്പോൾ അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ ഒരു മൂവ് വന്നാൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് താഴത്തോട്ട് ഒരു 157 വരെയൊക്കെ സി ഡൗൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 280 നമുക്കൊരു സേഫ് സോണായിട്ട് നമുക്ക് കരുതാം. ബാക്കി നമുക്ക് വന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 270, 277, 277, 279, 277, 280 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ 300ലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാതിരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും. ഇപ്പോൾ 281 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. 65, 75, 81, 26 പോയിൻ്റ് ഓൾറെഡി മാർക്കറ്റിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഒരു ബ്രേക്കൗട്ട് താഴത്തോട്ട് കിട്ടിയാൽ 300ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. 287, 289. അപ്പോൾ ഇത് ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. RSI ക്രോസ് ഓവർ ആവാതെ നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ സിയുടെ പ്രൈസ് ലൈൻ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡൗണിൻ്റെ ബോഡി ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് മാർക്കറ്റ് 300 ടച്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ ക്യാൻഡിലാണ് നമുക്കിനി അനലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം സിയിൽ ഏത് നിമിഷവും റിവേഴ്സലാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോരുമോ, നിൽക്കുന്ന ലെവല് ഏത് ഭാഗത്താണ് പ്രൈസ് ലൈൻ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്, ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടായിട്ട് ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യുമോ, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ 280 വരെ പറഞ്ഞിട്ടുള്ളൂ, എങ്കിലും മാർക്കറ്റ് 293 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഇനി ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഇനി അടുത്ത ലെവലുള്ളത് 300 ആണ്. അതിന് മേലോട്ടൊരു മൂവ് സ്റ്റേ ആയിട്ട് നിന്നാൽ 300ൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് നിന്ന് 332 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 390, 425ലേക്കൊക്കെ പോകത്തുള്ളൂ. കാരണം ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു 24,389 സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്. പിൻബാർ സപ്പോർട്ടാണ് അവിടെ എടുത്തിരിക്കുന്നത്. RSIയിൽ ചെറിയൊരു മടക്കും നിലവിൽ വന്നിട്ടുണ്ട്. ഇത് 190ക്ക് മുകളിൽ നിൽക്കുകയും വേണം. നെക്സ്റ്റ് ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 214, 214 ഭാഗത്തേക്കായിരിക്കും CE മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം പ്രതീക്ഷിച്ച ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് അത്യാവശ്യം 10-30 പോയിൻ്റ് നമുക്ക് പിയിലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ താഴത്തുനിന്ന് കിട്ടേണ്ടായിരുന്നു. ഒരു ഹൈ ബ്രേക്കൗട്ട് ആയത് കാരണമാണ് പിയിൽ നമുക്കൊരു 50 പോയിൻ്റ് നമ്മൾ ഓൾറെഡി മിസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 33 പോയിൻ്റേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 280, 293 പോയി പ്രൈസ് ലൈൻ ബേസ് ചെയ്തിട്ട് ബോഡി ലെവലിൽ ടച്ച് ചെയ്തു. RSIയിൽ ചെറിയൊരു മടക്ക് കണ്ടു. 190 ബ്രേക്ക് ചെയ്തു. 199ലേക്ക് റിജക്ഷന് പോകുന്നു. 199 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 215ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. വലിയ മൂവ്മെൻ്റ് ഒന്നും നമ്മൾ പിയിൽ പ്രതീക്ഷിച്ചില്ല. കാരണം RSI ഡൈവർജൻസും ഡബിൾ ബോട്ടം സപ്പോർട്ടുമാണ് ബോഡി ലെവലിൽ മാർക്കറ്റ് എടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഓക്കെ മതി എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തത്. അതെവിടെയാണ് റിജക്ഷൻ ചെയ്ത് നിൽക്കണമെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഡോജി ക്യാൻഡിലുണ്ട്. ആ ഡോജി ക്യാൻഡിലിൻ്റെ ലോവിലാണ് ഈ ക്യാൻഡിലിൻ്റെ ഹൈ റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ അക്യുറസിക്ക് വേണ്ടിയിട്ട് നമുക്കറിയാൻ 2 മിനിറ്റ് നോക്കിയാൽ RSI കണ്ടോ, 2 മിനിറ്റിൽ RSI റെഡിലേക്ക് കയറിയിട്ടുണ്ട്. അത് ഈ ചാർട്ടിലില്ല. ഞാൻ അത് കോൺസെൻട്രേഷൻ ചെയ്ത് പറഞ്ഞതിൻ്റെ റീസൺ 2 മിനിറ്റിൻ്റെ ചാർട്ട് വേറെ സ്ക്രീനിനകത്താണ്. അപ്പോൾ അത് SMAയിൽ വന്ന് മാർക്കറ്റ് റിജക്ഷൻ ആയതാണ് ഈ കാണുന്നത്.
അപ്പോൾ മാർക്കറ്റ് 201 നമ്മൾ പറഞ്ഞിരിക്കുന്നത് 215 214 മൂവ്മെൻറ്റ്. അതെന്തുകൊണ്ടാണ് അവിടെ റിവേഴ്സ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ 3-4 സ്ക്രീൻ ഉണ്ട്. മാർക്കറ്റ് ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ താഴത്തോട്ട് വന്നു. ഈ റെഡ് ക്യാൻഡിലിൻ്റെ കറക്റ്റ് ലോവിൽ നിന്നാണ് മാർക്കറ്റ് റിജക്ഷൻ ആയിരിക്കണേ. ആ ലോവിൽ വേറെ 2-3 കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. അതേപോലെ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്ന ഡേ ലോ ഉണ്ട്. ആ ലോവിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സ് ആയത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 180 ആവറേജ് പറഞ്ഞത്. പിന്നെ 195 വരെ പോയത് ഈ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ ലോ മുട്ടുന്നതും വൈറ്റ് ഡോട്ടിൽ മുട്ടുന്നതും ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് നമുക്ക് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. ഇത് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയ എവിടം വരെ വരണം? എവിടെ നിന്നാണോ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് അവിടം വരെ മാർക്കറ്റ് വരണം. അപ്പോൾ ഇനി നിലവിലുള്ള പ്രീവിയസ് ഡേയും ഇന്നത്തെ ഡേയും ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് വരത്തുള്ളൂ? 24,200 ഫാളാവത്തുള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് എവിടെയായിരിക്കും പോയി വൈകുന്നേരം നിൽക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,537 ഭാഗത്തേക്ക് മാർക്കറ്റ് എഗെയിൻ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അത് നമുക്ക് കാത്തിരുന്ന് കാണാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ അറിയാനോ നമ്മുടെ ലൈവ് ഓൾറെഡി കൺക്ലൂഡ് ചെയ്യുകയാണ് വീഡിയോ. നമ്മൾ ഓൾറെഡി ഒരു ഡബ്ല്യു പാറ്റേൺ പ്രോഫിറ്റാണ് നമ്മൾ എടുത്തത്. സിയിലും പിയിലും എടുത്തിട്ടുണ്ട്. പക്ഷേ പിയിലൊരു ബ്രേക്ക് ഔട്ടിൽ നമുക്കൊരു 50 പോയിൻറ്റ് മിസ്സായി പോയിട്ടുണ്ട്. അത് കാര്യമാക്കുന്നില്ല. അപ്പോൾ എക്സ്പയറിയുടെ നമ്മൾ ഓൾറെഡി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.